അന്യഭാഷാ ചിത്രങ്ങൾ കേരളത്തിൽ ഒരുപാട് തിയേറ്ററുകളിൽ തൂക്കിക്കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ച കാര്യം ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ബൗണ്ടറികളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ സാക്ഷ്യം വഹിച്ചത്. മറ്റൊന്നുമല്ല, ഹിന്ദിയിൽ ഏറ്റവും വലിയ ആന്റിസിപ്പേറ്റഡ് ചിത്രമായി മാറിയ ബേബി ജോൺ, വരുൺ ധവാൻ നായകനായി എത്തി പ്രിയ ആറ്റ്ലി നിർമ്മിക്കുന്ന തെറി എന്ന തമിഴിലെ തന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററായ തെറിയുടെ ഹിന്ദി റീമേക്കായ ബേബി ജോൺ 25 ഡിസംബറിന് റിലീസ് ചെയ്തിരുന്നു. ആ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങളല്ല നോർത്ത് മാർക്കറ്റിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചിരിക്കുന്നത് വെറും 30 തിയേറ്ററുകളിൽ മാത്രം ഉണ്ടായിരുന്ന മാർക്കോ 330 സ്ക്രീനിലേക്ക് മാറി എന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യയിൽ എടുത്തു സൂചിപ്പിക്കണം, ഒന്നുകൂടി ആവർത്തിക്കുന്നു, നോർത്ത് ഇന്ത്യയിൽ 330 സ്ക്രീനിൽ ഒരു മലയാള സിനിമ കളിക്കുന്നു എന്നുള്ളത് ആരെങ്കിലും നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പുച്ഛിച്ച് തള്ളിയേനെ. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണ്. ഒരു വീക്കെൻഡിൽ മാറിയ മാറ്റമാണ് ഇത്. കഴിഞ്ഞ ദിവസം സംവിധായകനായ രാം ഗോപാൽ വർമ്മ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പങ്കുവച്ചിരുന്ന ഒരു കുറിപ്പ് മാർക്കോയ്ക്ക് കിട്ടുന്ന ഭീകരമായ ഹൈപ്പ് കണ്ട് ഞെട്ടിപ്പോകുന്നു എന്നാണ്. തൻ്റെ സിനിമ കരിയറിൽ തന്നെ ഇത്രയധികം ഹൈപ്പിൽ ഒരു സിനിമ വരുന്നതായി താൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് രാം ഗോപാൽ വർമ്മ യുടെ വാക്കുകൾ. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് മലയാള സിനിമ ഇൻഡസ്ട്രിയെ പോലൊരു കൊച്ചു ഇൻഡസ്ട്രി, അതിനകത്ത് വരുന്ന ഒരു 30 കോടി ബഡ്ജറ്റിലുള്ള ഒരു ചിത്രത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഭീകരമായ മാർക്കറ്റ് റേഷ്യോ എത്രയാണെന്നുള്ളതാണ് മാർക്കോ എന്ന ചിത്രം സൂചിപ്പിക്കുന്നത്. അതായത് 30 ഷോകളിൽ നിന്ന് 335 സ്ക്രീനിലേക്ക് മാറുന്നു. അവിടുത്തെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നായകനായ വരുൺ ധവാൻ നമുക്കറിയാം, അവിടുത്തെ യൂത്ത് സ്റ്റാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം തന്നെയാണ് വരുൺ ധവാൻ. ആ വരുൺ ധവാന്റെ ചിത്രം റീപ്ലേസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. മാർക്കോ എന്ന ചിത്രത്തിന് വേണ്ടി ആ ബേബി ജോൺ എന്ന ചിത്രത്തിന്റെ സ്ക്രീനുകൾ മാറ്റി വെക്കപ്പെടുന്നു. അവിടെയൊക്കെ എക്സ്ട്രാ ഷോസ് ആയിട്ട് മാർക്കോ കയറുന്നു. എക്സ്ട്രാ ഷോസ് ആയിട്ട് കയറുന്നത് മാത്രമല്ല, അതിൽ പല ഷോകളും ഹൗസ്ഫുള്ളായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഹിന്ദി ഡബ്ഡിലേക്ക് ആ സിനിമ വരുമ്പോൾ, പ്രത്യേകിച്ച് GCC റിലീസൊക്കെ ഹിന്ദി ഡബ്ഡായിട്ട് വരുന്നത് ജാനുവരിക്ക് തുടക്കത്തിന് ശേഷമാണ്. അല്ലാത്ത പക്ഷം ഇന്ത്യയിലൊട്ടാകെ തന്നെ അതിൻ്റെ പ്രിന്റുകൾ അത് കാണാൻ വേണ്ടി ആളുകൾ എരിച്ചു കയറുന്നു എന്നുള്ള ഒരു വലിയ മാഗ്നിഫിഷൻ സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാജിക്കൽ ഫിഗേഴ്സിലേക്ക് എത്തുകയാണ് 2024 സൈൻ ഓഫ് ചെയ്യുമ്പോൾ മലയാളം സിനിമ ഇൻഡസ്ട്രി. 2025 കാൽ വയ്ക്കുമ്പോൾ വീണ്ടും ബൗണ്ടറികൾ മാറ്റിപ്പെടുകയാണെന്നുള്ളത് കാര്യം സംഭവിക്കേണ്ടി വരും. കാരണം 2024 തുടക്കം എടുത്ത് നോക്കിക്കേ, ഫെബ്രുവരി 22 മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്യുന്നു. മഞ്ഞുമൽ ബോയ്സ് കേരളത്തിൽ ഉണ്ടാക്കിയ അതേ ഇമ്പാക്റ്റ്, അതേ ഓളം തന്നെയാണ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയത്. ആ സമയത്ത് തമിഴ്നാട് തിയേറ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ഭീകരമായ സിനിമകൾ റിലീസ് ചെയ്യാത്തൊരു സമയമായിരുന്നു. അപ്പോൾ തമിഴ് സിനിമയിൽ, തമിഴ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആ സിനിമ കാണുകയും അതൊരു ആഘോഷമാക്കി തമിഴ് ജനത മാറ്റുകയും ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം അതിനകത്ത് ഗുണ കേവ് പരാമർശിക്കപ്പെടുമ്പോഴൊക്കെ തന്നെ നമ്മൾ 1991 ഗുണ എന്ന ചിത്രം റിലീസ് ചെയ്യപ്പെട്ടു, കമൽഹാസന്റെ ചിത്രം. ആ സിനിമയിൽ കൃത്യമായി തന്നെ ഗുണ കേവ്സിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റും കൂടി തമിഴ് ജനതയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാം. ആ സിനിമയുടെ റിലീസിന് ശേഷം സിനിമയുടെ ആളുകളും ക്രൂവും ഒക്കെ പോയി കമൽഹാസനെയും രജനീകാന്തിനെയും മീറ്റ് ചെയ്യുന്നു. അതൊരു വലിയ തരംഗമായി വാർത്തയായി മാറുന്നു. തമിഴ്നാട്ടിൽ ആ സിനിമ കൊണ്ടാടപ്പെടുന്നു. അന്ന് റിലീസായിരുന്ന തമിഴ് ചിത്രങ്ങളെ ഒക്കെ തന്നെ മാറ്റിക്കൊണ്ടായിരുന്നു മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ ഒരു ഓളം സൃഷ്ടിച്ചിരുന്നത്. പക്ഷേ ഇവിടെ സ്ഥിതി അതുപോലുമല്ല. ഹിന്ദിയിൽ മാർക്കോയ്ക്ക് വേണ്ടി അവിടെ ഇറങ്ങി കളിക്കാൻ ഒറ്റ മനുഷ്യനില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ണി മുകുന്ദൻ എന്ന താരം ഒരു റൈസിംഗ് സ്റ്റാർ ആയിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോൾ, ഹിന്ദി മാർക്കറ്റിൽ ഒട്ടാകെ തന്നെ മാർക്കോയുടെ തരംഗം സൃഷ്ടിക്കപ്പെടുമ്പോൾ 2025 വരാൻ പോകുന്ന മലയാള സിനിമകൾക്ക് പോലും അത് കൂടുതൽ എക്സ്റ്റൻഷൻ നൽകുകയാണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. അതുതന്നെയാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ടി വരുന്നത്. സംവിധായകനായ രാം ഗോപാൽ വർമ്മയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിന് ശേഷവും വൻ തിരക്കാണ് സംഭവിക്കുന്നത്. ഇന്ന് മറ്റൊരു അവധി ദിവസവും കൂടിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഞായറാഴ്ച ദിവസവും കൂടിയാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ ഹിന്ദിയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ തന്നെ ഇത് പോയി കാണുന്നു എന്നുള്ളതാണ്. ആ ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും വലിയ ഹൈപ്പിലൊന്നുമല്ല മാർക്കോ വരുന്നത്. പക്ഷെ അത് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന സംസ്ഥാനങ്ങൾ എത്രയാണ്, അതിനകത്ത് പോകുന്ന ഫുട്ഫോൾസ് എത്രയാണ്, ആളുകളുടെ എണ്ണം, അതുണ്ടാക്കാൻ പോകുന്ന കളക്ഷൻ്റെ റേഷ്യോ, ഇതൊക്കെ തന്നെയാണ് മലയാള സിനിമ മാർക്കറ്റ് എത്രയും കൂടുതൽ എക്സ്റ്റൻഷൻ ആവാനുള്ള ഒരു സാധ്യതയും കൂടി കണക്കിലെടുക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്ത് സൂചിപ്പിക്കേണ്ടത് മാർക്കോയുടെ വ്യാജ പതിപ്പും കൂടി പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ വ്യാജ പതിപ്പ് വൈറസ് പോലെ സ്പ്രെഡായി മാറുകയാണ്. ഇന്ത്യ ഒട്ടാകെ തന്നെ അത് സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പോലും വയലൻസ് ഇഷ്ടപ്പെടുന്ന അത്രയധികം ആക്ഷൻ പാക്ഡ് സിനിമ അത് ഏറ്റെടുക്കാനുള്ള ഓഡിയൻസ് ഹിന്ദി മാർക്കറ്റിൽ അത്രയധികം ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള കണക്കുകൾ പ്രകാരം നമുക്കറിയാവുന്നതാണ്. ഒരു വയലൻസ് ചിത്രത്തിന് അവിടെ ഉണ്ടാക്കാൻ കഴിയുന്നൊരു ഇമ്പാക്റ്റ് അത് കൃത്യമായി ടാർഗറ്റ് ഓഡിയൻസിലേക്ക് മാർക്കോ എത്തുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മാർക്കോ ഉണ്ടാക്കാൻ പോകുന്ന കളക്ഷൻ ഭീകരത അത് വളരെ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ തന്നെയാണ് ഒരുങ്ങുന്നത്.